വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ സമരം തുടങ്ങിയതോടെ ബാണാസുര സാഗർ ഡാം ടൂറിസം നിശ്ചലാവസ്ഥയിൽ. വയനാട് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് നിലച്ചത്. ഇതോടെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾ നിരാശയോടെ മടങ്ങുകയാണ്. പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ടൂറിസം കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സമരം തുടങ്ങിയത്. ഇതോടെ ടൂറിസം കേന്ദ്രത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുവരെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങിപ്പോവുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് സംഘടനയുടെ തീരുമാനം. തൊഴിലാളിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ അനുകൂലമായ സാഹചര്യത്തിലല്ല ഈ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ഒരു വരുമാനത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വരുമാനം ഞങ്ങൾക്ക് സെൻറ്ററിൻ്റെ വികസനം, സമഗ്രമായ വികസനം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ തൊഴിലാളികളുടെ വേതനവും കൂടെ, അടിസ്ഥാന വേതനം സർക്കാർ പറയുന്ന വേതനമുണ്ട്. ആ വേതനം തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾക്കും കൂടെ വേതനം കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരത്തിന് നിർബന്ധിതരായിട്ടുള്ളത്. മേഖലയിലെ ചെറുകിട കച്ചവടക്കാർക്കും സമരം പ്രതിസന്ധിയാണ്. പ്രശ്നപരിഹാരം വൈകാതെ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതുതന്നെയാണ് തൊഴിലാളികളുടെയും നിലപാട്. 24 വയനാട്.